ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിലെ ദ ടീം റെയിൻ എന്ന യൂണിറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ എവിടെയായിരുന്നു എത്തി നിന്നിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ടീം റെയിൻ എന്തിനു പോവുമായിരുന്നു മക്കളെ? അവർ നമ്മുടെ റെയിൻബോയെ ടച്ച് ചെയ്യാനുള്ള പരിപാടിയാണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് അവർ എവിടേക്കാണ് പോയിട്ടുള്ളത്? യെസ്, ഹിൽ ടോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, അവർ റെയിൻബോ തൊട്ടോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ബാക്കി സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ മക്കളെ, നിങ്ങൾക്ക് അവിടെ ഒരു പിക്ചർ കാണാം അല്ലേ. ഇപ്പം നമ്മുടെ ടീം റെയിൻ, അതായത് നമ്മുടെ ഋതുവും ആമിയും ഇമയും നീലും ഒക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? യെസ്, ഹിൽ ടോപ്പിലാണ് ഉള്ളത് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ എന്ത് കാണാം? റെയിൻബോയെ കാണാം അല്ലേ. അവിടെ നമുക്ക് എന്ത് കാണാം മക്കളെ? റെയിൻബോയെ കാണാം അല്ലേ. ഓക്കെ മക്കളെ, അവിടെ നോക്കിക്കേ, നമ്മുടെ റെയിൻബോയുടെ ഷേപ്പ് ഇപ്പോൾ ഏത് ഷേപ്പാണ്? റൗണ്ട് ഷേപ്പിലാണുള്ളത് അല്ലേ. എന്താണ് അതിന് നമ്മൾ പറയുക? സർക്കിൾ എന്ന് പറയില്ലേ. അപ്പോൾ ഒരു സർക്കിൾ ഷേപ്പുള്ള, ഒരു റൗണ്ട് ഷേപ്പിലുള്ള റെയിൻബോയാണ് കൂട്ടുകാർക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോയാലോ. പിന്നെ കഴിഞ്ഞ ദിവസം മിസ്സ് ഡിറ്റീഷൻ നടത്താൻ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാരെ മിസ്സിന് ഡിറ്റീഷനൊക്കെ നടത്തിയിട്ട് മാർക്കെല്ലാം ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ വെരി ഗുഡ്. ഇന്നത്തെ ക്ലാസ്സിലും മിസ്സ് പറയുന്ന വേർഡ്സ് എല്ലാം അവർ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് ഡിറ്റീഷൻ നടത്തിയിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, മിസ്സ് വായിക്കുന്നതോടൊപ്പം ഓരോ വേർഡിൻ്റെ താഴെ മക്കൾ ആദ്യം കൈവയ്ക്കണേ. ലുക്ക് അറ്റ് ദി റെയിൻബോ. ഇറ്റ് ഈസ് round in shape. It is a circle, a big circle of colors, a colorful circle in the sky. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഒന്നുകൂടി വായിക്കാം മിസ്. ലുക്ക് അറ്റ് ദി റെയിൻബോ. ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കാനാണ് അല്ലേ. എവിടേക്കാണ്? ലുക്ക് അറ്റ് ദി റെയിൻബോ. റെയിൻബോയെ നോക്കൂ അല്ലേ. റെയിൻബോയെ നോക്കൂ. പിന്നെന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഇറ്റ് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. അത് ഏതാണ് മക്കളെ? ഷേപ്പ് റൗണ്ട് ഷേപ്പിലാണ് അല്ലേ. ഏത് ഷേപ്പിലാണ്? റൗണ്ട് ഷേപ്പിലാണ് നമുക്കിപ്പോൾ റെയിൻബോയെ കാണാനായിട്ട് പറ്റുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ദെൻ തേർഡ് സെൻറ്റൻസ് നോക്കിക്കേ. ഇറ്റ് ഈസ് എ സർക്കിൾ. എന്താണ്? ഇറ്റ് ഈസ് എ സർക്കിൾ. അതെന്താണ് മക്കളെ? ഒരു സർക്കിളാണ് അല്ലേ. ഒരു സർക്കിൾ നമുക്കറിയാമല്ലോ. ഏതാണ് മക്കളെ സർക്കിൾ? നമ്മൾ മാത്സിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഈ ഷേപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സർക്കിൾ എന്ന് പറയാം അല്ലേ. എന്താണ് പറയുക? സർക്കിൾ എന്ന് പറയാം അല്ലേ. ഓക്കെ മക്കളെ, നമ്മൾ വട്ടം അല്ലെങ്കിൽ വൃത്തം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയൂ അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് പറയുക? ഇറ്റ് ഈസ് എ സർക്കിൾ. അതെന്താണ്? ഒരു സർക്കിളാണ്. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്. എങ്ങനെയുള്ള സർക്കിളാണ് മക്കളെ? യെസ്, ബിഗ് സർക്കിൾ ആണല്ലേ. ബിഗ് എന്ന് പറഞ്ഞാൽ വലുതാണ്. എ ബിഗ് സർക്കിൾ ഓഫ് കളേഴ്സ്. കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നിറങ്ങളെയാണ് കളേഴ്സ് എന്ന് പറയാം അല്ലേ. അപ്പം നിറങ്ങളുടെ ഒരു വലിയ സർക്കിളാണ് അത് എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, എ കളർഫുൾ സർക്കിൾ ഇൻ ദി സ്കൈ. എ കളർഫുൾ സർക്കിൾ ഇൻ ദി സ്കൈ. വാട്ട് മീൻ ബൈ സ്കൈ? സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, ആകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? എ കളർഫുൾ സർക്കിൾ അല്ലേ. കളർഫുൾ സർക്കിൾ ഇൻ ദി സ്കൈ അല്ലേ. ആകാശത്ത് എന്തുണ്ട്? നല്ല കളർഫുൾ സർക്കിളായിട്ടാണ് ആര് നിൽക്കുന്നത് മക്കളെ? റെയിൻബോ ഉള്ളത് അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് 2 പേർക്കും കൂടി ചേർന്നിട്ട് ഒന്നുകൂടി വായിക്കാം കേട്ടോ. മിസ്സിനോടൊപ്പം ചേർന്ന് മക്കൾ വായിക്കണേ. ലുക്ക് അറ്റ് ദ rainbow. It is round in shape. It is a circle, a big circle of colors, a colorful circle in the sky. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി എല്ലാ കൂട്ടുകാരും ഒന്ന് ഒറ്റയ്ക്ക് വായിച്ച് നോക്കിക്കേ. മിസ് എന്ത് ചെയ്യാം? അണ്ടർലൈൻ ചെയ്യാം. മിസ് അണ്ടർലൈൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, റെഡിയാണോ? എല്ലാവരും വായിക്കൂട്ടോ മക്കളെ.
മിസ് അണ്ടർലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേർഡ്സാണ് വായിക്കേണ്ടത്. ഓക്കെ മക്കളെ, എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് ടൈം കൂടുതലായിട്ട് വേണമെങ്കിൽ മക്കൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മിസ് പറയുന്ന വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ സർക്കിൾ ചെയ്യുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലെ ചില വേർഡ്സ് നമ്മൾ ഓൾറെഡി ആദ്യം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വേർഡ്സ് മക്കൾ ഒന്നും കൂടിയും നിങ്ങൾ ഡിറ്റീഷൻ നടത്തുന്ന സമയത്ത് ഒന്നുകൂടി എഴുതുക കേട്ടോ. നമുക്കത് കുറച്ചും കൂടി തറവായിട്ട് പഠിക്കാനായിട്ട് കഴിയും. ഓക്കെ മക്കളെ, ഫസ്റ്റ് വൺ റെയിൻബോ. എല്ലാവരും സർക്കിൾ ചെയ്ത മക്കളെ, റെയിൻബോ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ട്യൂഷൻ ഇല്ലാതെ വരുന്ന ദിവസങ്ങളിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ പേരൻസോ ആരെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു വേർഡ്സ് ഡിറ്റീഷൻ നടത്തും കേട്ടോ. അപ്പം മക്കളത് എഴുതിയിട്ട് മിസ്സിനത് ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യണേ. ഓക്കെ, ദെൻ അടുത്തത് റൗണ്ട്. റെയിൻബോ ചെയ്തതിന് ശേഷം റൗണ്ട്. ദെൻ സർക്കിൾ. സർക്കിൾ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കളേഴ്സ്. കളേഴ്സ്. അതുപോലെ തന്നെ സ്കൈ. സ്കൈ. അപ്പം 5 വേർഡ്സാണ്. ഒന്ന് റെയിൻബോ, പിന്നെ റൗണ്ട്, സർക്കിൾ, കളേഴ്സ്, അതുപോലെ തന്നെ സ്കൈ. ഓക്കെ മക്കളെ, റെഡിയാണോ? എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹാവ് യു സീൻ എ റെയിൻബോ ആസ് എ സർക്കിൾ? നിങ്ങൾ റെയിൻബോയെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയുള്ള റെയിൻബോയാണ് മക്കൾ ചോദിച്ചത്? ആസ് എ സർക്കിൾ, അതായത് ഒരു സർക്കിളായിട്ട് നിൽക്കുന്ന, നമുക്കിവിടെ പിക്ചറിൽ തന്നിട്ടില്ലേ, അത്തരത്തിലുള്ള റെയിൻബോ മക്കൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടിട്ടുണ്ടോ മക്കളെ അത്തരം സർക്കിളായിട്ടുള്ള റെയിൻബോ? മറ്റേ നമ്മൾ ഇതേ രീതിയിലുള്ള റെയിൻബോ നമ്മൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. സർക്കിൾ റെയിൻബോ കണ്ടിട്ടുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കൾ, നമ്മുടെ കമൻറ്റിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, അവിടെ നോക്കിക്കേ, നമ്മുടെ ടീം ബ്രെയിനിലെ നമ്മുടെ ഋതുവും ആമയും ഇമിയും നിലും ഒക്കെ എന്താണ്, അവർ നല്ല സന്തോഷത്തിലാണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, അവർ ജമ്പ് ചെയ്യുന്നുണ്ടല്ലേ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ജമ്പ് ചെയ്യുന്നത്? ആരെ തൊടാനായിരിക്കും? യെസ്, നമ്മുടെ റെയിൻബോയെ തൊടാനായിരിക്കില്ലേ, അതിനെ പിടിക്കാനായിരിക്കും അവർ ചാടുന്നതല്ലേ. എന്തായാലും വളരെ സന്തോഷത്തിലാണ് 4 പേരുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, ലെറ്റ് us touch it, come on, quick, jump up up, 1 2 3. എന്താണ് മക്കളെ? യെസ്, അവർ പറയാണ് ലെറ്റ് us touch it. നമുക്കതെന്ത് ചെയ്യാം, തൊടാം എന്ന് പറയാണ്. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊടുന്നതിനെയാണ് ടച്ച് എന്ന് പറയാം കേട്ടോ. അപ്പം ലെറ്റ് us touch it, നമുക്കെന്ത് ചെയ്യാം, അത് തൊടാം അല്ലേ. കമോൺ ക്യൂക്ക്, വാ വേഗം വാ അല്ലേ. ക്യുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എന്നുള്ളതിനാണ് ക്യുക്ക് എന്ന് പറയുന്നത് അല്ലേ. വേഗം എന്നുള്ളതിനൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കമോൺ ക്യുക്ക്, പെട്ടെന്ന് നോക്ക്, നമുക്കിതിനെ എന്ത് ചെയ്യാം, തൊടാം എന്ന് പറയാം അല്ലേ. ജംപ് അപ്പ്. എന്താണ് മക്കളെ അപ്പ് എന്ന് പറഞ്ഞാൽ? യെസ്, മുകളിലോട്ട് എന്നതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡൗൺ എന്തായിരുന്നു മക്കളെ? ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എക്സാമിൻ്റെ ടൈമിലൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പ്, ഡൗണ്, ഇന്ന്, ഓണൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്കാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അവർ പറയാണ് ജംപ് അപ്പ് അല്ലേ. ചാട് എങ്ങോട്ട് ചാട്? അപ്പ് അല്ലേ, മുകളിലോട്ട് ചാടാനായിട്ട് പറയാണ്. 1 2 3. എന്താണ്? 1 2 3 എന്ന് പറയാണ് അല്ലേ. ഓക്കെ, നോക്കിക്കേ മക്കളെ ഒരിക്കൽ കൂടി. അപ്പോൾ അവരെന്താണ് പറയുന്നത്? മിസ്സിനോടൊപ്പം വായിച്ചേ. ലെറ്റ് us touch it, come on, quick, jump up up, 1 2 3. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി മിസ് പറയുന്ന വേർഡ്സ് എല്ലാവരും ഒന്ന് സർക്കിൾ ചെയ്തേ. ആദ്യം നിങ്ങൾ സർക്കിൾ ചെയ്യേണ്ടത് ടച്ച് എന്നുള്ള വേർഡാണ് കേട്ടോ. ടച്ച്, TOUCH. എല്ലാവരും സ്പെല്ലിങ് പറഞ്ഞേ മക്കളെ. TOUCH. എന്താണ് വായിക്കുക? ടച്ച്. ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? തൊടുക എന്നതാണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ക്യൂക്ക്. എല്ലാവരും സർക്കിൾ ചെയ്തേ മക്കളെ. ക്യൂക്ക് സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. QUICK. എന്താണ് വായിക്കുക? ക്യൂക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജമ്പ് സർക്കിൾ ചെയ്തോളൂ മക്കളെ. ജമ്പ്, JUMP. ജമ്പ്, JUMP. ജമ്പ്.
ഓക്കെ മക്കളെ. പിന്നെ ഇത് 3 കേട്ടോ, 1 2 3. അത് പിന്നെ മക്കൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും അല്ലേ. 1 2 നമ്മൾ ഒരുവിധം എല്ലാ നമ്പേഴ്സിൻ്റെയും സ്പെല്ലിങ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. 100 വരെയൊക്കെ എഴുതാനൊക്കെ കൂട്ടുകാർക്ക് ഇപ്പം അറിയണ്ടായിരിക്കും അല്ലേ. അപ്പോൾ 1 2 3 അല്ലേ, വളരെ സിമ്പിളാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുന്നത്, ഏതെങ്കിലും കൂട്ടുകാർക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നോക്കി വെക്കുക കേട്ടോ. 1 2 3. ഓക്കെ മക്കളെ. ഇനി മിസ് അണ്ടർലൈൻ ചെയ്യുന്നതനുസരിച്ച് എല്ലാ കൂട്ടുകാരും വായിക്കല്ലോ. വായിച്ചേ മക്കളെ. ഓക്കെ മക്കളെ, എല്ലാവരും വായിച്ചല്ലോ. അപ്പം നമ്മുടെ ആമയും ഇബയും ഋതുവും ഒക്കെ എന്താണ്, നല്ല ഹാപ്പിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചോദ്യം ചോദിക്കുന്നത്, വിൽ ദേ ടച്ച് ദി റെയിൻബോ. അവർ ആ ഒരു റെയിൻബോയെ ടച്ച് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. മക്കൾക്ക് എന്താ മക്കളെ തോന്നുന്നത്, ടച്ച് ചെയ്യുമോ? അവർ ചാടിയിട്ട് റെയിൻബോയെ ടച്ച് ചെയ്യാനൊക്കെ മതിയായിരിക്കും അല്ലേ. നമുക്ക് സ്റ്റോറിയുടെ ബാക്കി ഭാഗം നോക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ആക്ടിവിറ്റി 19 ആക്ടിവിറ്റി 19 ചെയ്യാനുള്ളത്. 18 വരെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ മക്കളെ, നോക്കിക്കേ, കംപ്ലീറ്റ് ദി പസിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ താഴെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ എന്ത് മക്കളെ, പസിലെന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം അല്ലേ, കുറച്ച് ലെറ്റേഴ്സൊക്കെ അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. കുറച്ച് കോളമൊക്കെ എന്താണ്, ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണല്ലേ, ഒഴിഞ്ഞു കിടക്കണം. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ മക്കൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ പസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പോൾ നിങ്ങൾക്കറിയാം പസിൽ എന്ന് പറയുന്ന സമയത്ത് അക്രോസ് ആയിട്ട് നമുക്ക് എഴുതാനുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡൗൺവേർഡ്സ് ആയിട്ടും എഴുതാനുണ്ടായിരിക്കും. അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, അതാ നോക്കിക്കേ, ഇങ്ങനെയുള്ളതിന്, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്കുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്രോസ് എന്ന് പറയുന്നത് അല്ലേ. അക്രോസ് എന്ന് പറയും. ഇനി ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് താഴേക്കുള്ള വേർഡ്സിനെയാണ് നമ്മൾ ഡൗൺവേർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മുകളിൽ നിന്ന് താഴേക്കുള്ളതിനെയാണ് നമ്മൾ ഡൗൺവേർഡ്സ്. അക്രോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടേക്കുള്ളതിനെയാണ് നമ്മൾ അക്രോസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ആദ്യം അക്രോസ് നോക്കാം. അതായത് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഒരു സൈഡിലേക്കുള്ള വേർഡ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡൗൺ വേർഡ്സ് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അക്രോസിലേക്കുള്ള ക്ലൂസ് നോക്കിക്കുക മക്കളെ. 1 അക്രോസ് 1 എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 1 എന്നുള്ള കോളം ആദ്യം നോക്കുക. ഇവിടെ 1 എന്ന നമ്പർ ഇട്ട കോളം ഏതാണ്, യെസ്, ഇതാണ് 1 എന്ന് നമ്പർ ഇട്ട കോളം അല്ലേ. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് അക്രോസ് അല്ലേ, അക്രോസ് എന്ന് പറഞ്ഞാൽ ഇവിടോട്ടാണ്. അപ്പോൾ അവിടേക്കുള്ളതാണ്. എന്താണ് നമുക്ക് തന്നത്, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് 8 എന്നാണ് കേട്ടോ. അതിന് എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 5 ലെറ്റേഴ്സ് ഉണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കൾ, ഓൾറെഡി നമുക്ക് അവിടെ 8 തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് സ്പെല്ലിങ് നോക്കിക്കേ, EIGHT അല്ലേ, GIHT എന്താണ്, 8 നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആക്കി. ഇനി 2 എന്നുള്ള കോളം ഏതാ നോക്കിക്കുക മക്കളെ, യെസ്, 2 എന്നുള്ള കോളം ഇതാണ്. ഇതും എന്താണ്, അക്രോസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എവിടേക്കാണ് ഫില്ല് ചെയ്യേണ്ടത്, ഇവിടോട്ടാണ് ഫില്ല് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്, 5 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, 5ൻ്റെ F നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ Vയും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി സ്പെല്ലിങ് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്തിട്ട് അവിടെ എഴുതണം. അപ്പോൾ 5ൻ്റെ സ്പെല്ലിങ് എന്താ മക്കളെ, യെസ്, FIVE എന്നതാണ് എന്ത്, 5 എന്ന് വരുന്നത് കേട്ടോ. FIVE ആണെന്ത് മക്കളെ, 5 എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത് നോക്കിക്കുക. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തി. ഇനി 3 എന്ന് എഴുതിയ കോളം നമ്മൾ കണ്ടെത്തണം. 3 എന്ന് എഴുതിയത് എവിടെയാണ് മക്കളെ, യെസ്, ഇതാണ് 3 എന്ന് എഴുതിയിട്ടുള്ളത്. അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, 4 എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ നോക്കിക്കുക മക്കളെ, അക്രോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മുതൽ ഇങ്ങോട്ടാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ F തന്നിട്ടുണ്ട്, O തന്നിട്ടുണ്ട്, പിന്നെ ഇവിടെ R തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനിടയിൽ ഏതാണ് മക്കളെ മിസ്സായി പോയ ലെറ്റർ, യെസ്, U ആണല്ലോ. അപ്പോൾ FOUR എന്താണ് വായിക്കുക, 4 എന്ന് വായിക്കും. അപ്പോൾ അത് നമ്മൾ എഴുതി. ദെൻ അടുത്ത നോക്കിക്കുക മക്കളെ, 4 എന്ന് എഴുതിയ കോളം ഏതാ, 4 എന്ന് എഴുതിയിട്ടുള്ള, യെസ്, ഇതാണ്. അതും അക്രോസ് ആയതുകൊണ്ട് ഇവിടേക്കാണ് മക്കൾ നോക്കേണ്ടത്. 4 എന്നുള്ള കോളത്തിൽ എന്താണ് നമ്മൾ എഴുതിയിട്ടുള്ളത്, 9 എന്നാണ് എഴുതിയിട്ടുള്ളത്. 9ൻ്റെ സ്പെല്ലിംഗ് എന്താണ് മക്കളെ, NINE ആണല്ലേ, NINE നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എഴുതി. ദെൻ 5 എന്ന് എഴുതിയ കോളം നോക്കിക്കേ, ഇതാണ്. ഇവിടെ എന്താണ്, യെസ്, 10 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. 10 അവിടെ നമുക്ക് പറഞ്ഞ 3 ലെറ്റർ, നമുക്കറിയാം 10ൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 3 ലെറ്റർ ആണ്. അപ്പോൾ 1 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, T തന്നിട്ടുണ്ട്, N അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് മിസ്സായി പോയിട്ടുള്ളത്, യെസ്, E. അപ്പോൾ എന്താണ് വായിക്കുക,
ടെൻ, TEN 10. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മക്കളെ? അക്രോസ് ആയിട്ടുള്ളത്, അതായത് അവിടേക്കുള്ളതൊക്കെ നമ്മൾ ചെയ്തു അല്ലേ. ഇനി ഡൗൺവേർഡ്സിലേക്കുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടതില്ല, അതായത് താഴേക്കുള്ള വേർഡ്സാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. 6 എന്നുള്ള കോളം നോക്കിക്കേ മക്കളെ. 6 എന്ന് എഴുതിയിട്ടുള്ള കോളം എവിടെയാണ്? നോക്കിക്കേ, ഇതാണ് നമുക്ക് 6 എന്ന് എഴുതിയിട്ടുള്ള കോണല്ലേ. അപ്പോൾ ഡൗൺവേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടേക്കാണ് കണ്ടെത്തേണ്ടത്? യെസ്, താഴേക്കാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് എഴുതിയിട്ടുള്ളത്? 3 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ T നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്. അതിൽ മിസ്സായി പോയിട്ടുള്ളത് എഴുതിയാൽ മതി അല്ലേ. അപ്പോൾ എന്താണ് മക്കളെ? THREE ആണ് എന്ത്? 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എഴുതി. ദെൻ 7th വൺ നോക്കിക്കുക മക്കളെ. 7 നമുക്ക് താഴേക്ക് ഡൗൺവേർഡ്സ് ആണ് കണ്ടെത്തേണ്ടത് അല്ലേ. 7 എന്ന് എഴുതിയത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ നമ്മളോട് എന്താണ് പറഞ്ഞത്? അവിടെ എന്താണ് എഴുതേണ്ടത്? 6 എന്നാണ് എഴുതേണ്ടത് അല്ലേ. 6 അത് നോക്കിക്കുക മക്കളെ. ഓൾറെഡി നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. SIX എന്താ വായിക്കുക? 6 ഓൾറെഡി അത് ഫീൽഡ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കുക മക്കളെ. 8 എന്ന് എഴുതിയ കോളം ഏതാണ്? ഇതാണ്. അവിടെ എന്താണ്? 7 എന്നാണ് മക്കൾ എഴുതേണ്ടത് അല്ലേ. ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് താഴേക്ക് നമ്മൾ നോക്കണം. അപ്പം SEV, അടുത്തത് എന്താണ് മക്കളെ? E അല്ലേ. SEVEN ആണ് എന്ത് വായിക്കുക? 7 എന്ന് വായിക്കുക. അപ്പം നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് മക്കൾ ഒരു പസിൽ തന്നാൽ ചെയ്യേണ്ടത്. അക്രോസ് ആയിട്ടുള്ളതിൻ്റെ ക്ലോസ് നോക്കുക, അവിടേക്ക് മാത്രം എഴുതുക. ഡൗൺവേർഡ്സിൻ്റെ ക്ലോസ് നോക്കുക, താഴേക്ക് എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്റ്റോറിയിലോട്ട് തന്നെ തിരിച്ചു പോവാം കേട്ടോ. നോക്കിക്കേ മക്കളെ, നെക്സ്റ്റ് പേജ് എടുത്തേ. എന്താ സംഭവിച്ച മക്കളെ? പിക്ചറിൽ നോക്കിക്കേ. നമ്മുടെ ആമയും ഋതു ഇമയൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? നമ്മുടെ റെയിൻബോയുടെ മുകളിൽ കയറിയിട്ടുണ്ട് അല്ലേ. അവരതിൻ്റെ മുകളിൽ കയറിയിട്ട് കളിക്കുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കളിക്കുന്നുണ്ട്, എന്തൊക്കെയോ കാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ടീം റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. നോക്കിക്കേ മക്കളെ. We got a ring, a colorful ring. Come swing on it. Let's sing a song. Swing, swing, swing. Sing, sing, sing. We got a ring. It is a pretty thing. ഓക്കെ മക്കളെ, എന്താണ് നമ്മുടെ ടീം റെയിൻ പാടിക്കൊണ്ടിരിക്കുന്നത്? നോക്കിക്കേ. ഇവരെന്താണ് ആദ്യം പറയുന്നത്? വി ഗോട്ട് എ റിങ് അല്ലേ. വി ഗോട്ട് എ റിങ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്കൊരു റിങ് കിട്ടി. റിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വള കിട്ടി അല്ലേ. റിങ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് അറിയാലോ, ആ ഷേപ്പ് അല്ലേ. നമ്മുടെ ആ റെയിൻബോയുടെ ഷേപ്പ് വെച്ചിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. വി ഗോട്ട് എ റിങ്, എ കളർഫുൾ റിങ്. എങ്ങനെയുള്ള റിങ് ആണ് കിട്ടിയിട്ടുള്ളത്? നിറങ്ങൾ കൊണ്ടുള്ള ഒരു റിങ് ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. പല നിറങ്ങൾ കൊണ്ടുള്ള റിങ് ആണ് കിട്ടിയിട്ടുള്ളത്. കം സ്വിങ് ഓൺ ഇറ്റ്. വേഗം വാ, നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഊഞ്ഞാലാടാം. നമുക്ക് എന്ത് ചെയ്യാം? ഊഞ്ഞാലാടാം. സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഞ്ഞാലാടാം എന്നാണ് അല്ലേ. ആടുന്നതിനെയാണ് സ്വിങ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ലെറ്റ്സ് സിങ് എ സോങ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? വാ, നമുക്കൊരു പാട്ട് പാടാം എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? വാ, നമുക്കൊരു പാട്ട് പാടാം എന്നാണ് പറയുന്നത് അല്ലേ. എന്നിട്ട് അവർ പാടാണ് എന്താ? സ്വിങ്, സ്വിങ്, സ്വിങ്. സിങ്, സിങ്, സിങ്. വി ഗോട്ട് എ റിങ്. ഇറ്റ് ഈസ് എ പ്രിറ്റി തിങ്. എന്താണ് മക്കളെ പറയുന്നത്? അവർ പാടാണ്. സ്വിങ്, സ്വിങ്, സ്വിങ്. സ്വിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടാനായിട്ടല്ലേ. ഊഞ്ഞാലാട്, ഊഞ്ഞാലാട് എന്ന് പാടാണ്. അതുപോലെ സിങ്, സിങ്, സിങ് അല്ലേ. പാട്ട് പാടല്ലേ. പാട്, പാട് എന്ന് പറയുന്നുണ്ട്. വി ഗോട്ട് എ റിങ്. നമുക്ക് എന്ത് കിട്ടി? ഒരു റിങ് കിട്ടി. ഇറ്റ്സ് എ പ്രിറ്റി തിങ് അല്ലേ. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു വസ്തുവാണ് എന്നാണ് അവർ അവിടെ പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഒന്നിച്ചൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും റെഡിയാണോ? നോക്കിക്കേ. ആദ്യം എന്താണ്? വി ഗോട്ട് എ റിങ്, എ കളർഫുൾ റിങ്. കം സ്വിങ് ഓൺ ഇറ്റ്. ലെറ്റ്സ് സിങ് എ സോങ്. സ്വിങ്, സ്വിങ്, സ്വിങ്. സിങ്, sing, sing. We got a ring. It is a pretty thing. ഓക്കെ മക്കളെ, എല്ലാവരും വായിച്ചല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ഭാഗം നോക്കാം കേട്ടോ.
അതിന് മുന്നേ മിസ് അണ്ടർലൈൻ ചെയ്യുന്നതോടൊപ്പം മക്കളൊന്ന് സ്വയം വായിച്ചു നോക്കിക്കേ. എല്ലാവരും വായിക്കണേ മിസ് അണ്ടർലൈൻ ചെയ്യുന്നത് വേർഡ്സ്. എല്ലാ കൂട്ടുകാരും വായിച്ചോ മക്കളെ? ഇനി ആർക്കെങ്കിലും കൂടുതൽ സമയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ മക്കൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വേർഡ്സൊക്കെ ഒന്ന് സർക്കിൾ ചെയ്യാം. എല്ലാ കൂട്ടുകാരും റെഡിയാണല്ലോ? ഓക്കെ, എങ്കിൽ ആദ്യം എല്ലാവരും സർക്കിൾ ചെയ്തേ റിങ്. സർക്കിൾ ചെയ്തേ മക്കളെ, റിങ്. ദെൻ അടുത്തത് സ്വിങ്. സ്വിങ്. അടുത്തത് മക്കളെ സോങ്. സോങ്. then pretty. ഓക്കെ മക്കളെ, അപ്പോൾ റിങ്, സ്വിങ്, സോങ്, പ്രിറ്റി കേട്ടോ. ഇത്രയും വേർഡ്സ് മക്കളെ 4 വേർഡ്സ് എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കണ്ടൻറ്റാണ് മിസ്സ് പറയുന്നത്. നിങ്ങൾക്ക് അതിലൊരുപാട് വേർഡ്സിൻ്റെ സ്പെല്ലിങ് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമൊക്കെ ഇനിയിപ്പം വേഗം തന്നെയാവും. മാർച്ച് ആകുമ്പോഴേക്കും നമ്മുടെ എക്സാമായി. അപ്പോൾ ഇനി അധികം സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വേർഡ്സിൻ്റെയൊക്കെ സ്പെല്ലിങ് പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ 2 ഭാഗങ്ങളിലെയും മിസ്സ് പറഞ്ഞിട്ടുള്ള വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഡിക്റ്റേഷൻ നടത്തുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.